everyone, എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. KEAM 2023 എക്സാം ഒക്കെ എഴുതി നമ്മുടെ സ്കോർ കാർഡൊക്കെ കിട്ടി. ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചില കുട്ടികൾക്ക് വിചാരിച്ച അത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഹോപ്പ് ഒക്കെ ഉണ്ട്. KEAM 2023 നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എവിടെയാണോ എത്തിപ്പെട്ടത് അതിൽ നിങ്ങൾക്ക് തിളങ്ങാൻ നിങ്ങൾക്ക് പറ്റും. ആൻഡ് ഓൾസോ ഇപ്പം KTUവിന്റെ ഒരു നമ്മള് ഗതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കില്ലൊക്കെ നിങ്ങൾ പഠിച്ചുണ്ടാക്കാം. അപ്പൊ ആരും സങ്കടപ്പെടുമൊന്നും വേണ്ട. നമ്മുടെ റിസൾട്ട് ഈ ഒരു 19th മൺഡേ 19th റിലീസ് ആവുമെന്നാണ് നമ്മുടെ ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട്. പിന്നെ സിയുടെ ഒരു ഇൻസൈഡ് സർക്കിൾസിലൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു മൺഡേ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുന്നേ എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും ഈ മൺഡേ തന്നെ നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ല അടിപൊളി റിസൾട്ട് ആകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സിയുടെ സൈറ്റിൽ കയറുക, www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാം, അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ ഈ ഒരു കാൻഡിഡേറ്റ് പോർട്ടലായിരിക്കും. ഒരു മിനിറ്റ്, യെസ്, ഈ കാൻഡിഡേറ്റ് പോർട്ടലായിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം. സോ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് KEAM 2023 റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്കോർ കാർഡ് അവിടെ വരും. സ്കോർ കാർഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ ജെൻഡർ, പിന്നെ നിങ്ങളുടെ കാറ്റഗറി, സബ് കാറ്റഗറി, നെയിം ഓഫ് കോഴ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ 12th PCM നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഔട്ട് ഓഫ് 300 എത്രയാണ്, KEAMന് നിങ്ങൾക്ക് സ്കോർ ചെയ്ത മാർക്ക് എത്രയാണ് ഔട്ട് ഓഫ് 600, അത് എത്രയാണെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ദെൻ നിങ്ങളുടെ റാങ്ക് ഉണ്ടാവും, കാറ്റഗറി വൈസ് റാങ്ക് ഉണ്ടാവും, നിങ്ങളുടെ സ്റ്റേറ്റസും തന്നിട്ടുണ്ടാവും, എലിജിബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അവിടെ ഇല്ലേ സ്കോർ കാർഡിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ആൻഡ് അതപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോയും നിങ്ങൾ എടുത്ത് വെക്കുക. കാരണം ഈ ഒരു ഡൗൺലോഡ് ചെയ്ത് എന്തായാലും നിങ്ങൾ വെക്കണം. എവിടെ നിങ്ങൾ അഡ്മിഷന് പോയാലും ഈ ഒരു സ്കോർ കാർഡ് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. സോ ഒരുപാട് കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വെക്കുക. ആൻഡ് അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ഓൾസോ അതിന്റെ കൗൺസിലിങ്ങിനൊക്കെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ആൻഡ് ഇതുപോലുള്ള ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് വേഗം എത്താനായിട്ട് വേദാന്തു മലയാളം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ടെലഗ്രാം ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കണം. അവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ബൈ.